അപ്പോൾ ഞാനത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, എഡിറ്റ് ചെയ്തിട്ട് ഇവൻ തന്നെയല്ലേ പറഞ്ഞത് സ്ക്രീൻഷോട്ട് എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് സെറ്റാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് സെറ്റാക്കി. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഇതിന് ഏറ്റവും ലാസ്റ്റ് ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ സാധനമാണ് ഇവൻ ഇതിൽ എഡിറ്റ് ചെയ്തു എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയ ഐറ്റം. ഓക്കെ, ഇതിലേറ്റവും അവസാനത്തിലുള്ള ആ ഒരു സംഗതി. അപ്പോൾ അതെന്താണെന്നുള്ളതാവും ഇപ്പോൾ നിങ്ങൾ നോക്കി വായിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലിയറായിട്ടത് വായിച്ച് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രോ കനാബിനോൾ ഇത് പോസിറ്റീവാണ്. ഇതെന്താണെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കുക. അത് ഞങ്ങൾക്ക് ആ ടാസ്ക് തന്നു. ഓക്കെ, ഞാനത് വീഡിയോയിൽ പറയുന്നില്ല. ടെട്രാ ഹൈഡ്രോ കനാബിനോൾ എന്നുള്ള സംഗതി എന്താണെന്നുള്ളത് ഗൂഗിളിൽ എടുക്കുക. എല്ലാവരും ഗൂഗിളിൽ അടിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്, കാണുന്നവർ പഠിക്കാൻ വേണ്ടിയിട്ട്. അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. അങ്ങനെ അതെടുത്ത് നോക്കുക. അപ്പോൾ അത് പോസിറ്റീവ് ആണെന്നുള്ളതാണ് നിൻ്റെ ടെസ്റ്റ് റിസൾട്ടിൽ ഒറിജിനൽ ലാബ് റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ആസ് പെർ മൈ ഇൻഫർമേഷനാണ് ഞാൻ എങ്ങോട്ട് വിളിച്ചത്, ഈ പറഞ്ഞ ലാബിലോട്ട് കോൾ ചെയ്തത്. ഓക്കെ, ആ കോൾ ചെയ്തതിൻ്റെ കോൾ റെക്കോർഡിംഗ് ആണ് ഞാൻ നേരത്തെ വെച്ചത്. ഇപ്പം ഞാൻ വിളിക്കുന്ന സമയത്ത് ഇവർക്ക് ഷമീറിനെ അറിയില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവരിനോട് എന്താ ചോദിക്കുക, അയ്യോ ഷമീർ ആരാന്ന് ചോദിക്കും. ആ വ്യക്തി എന്നോട് ചോദിച്ചില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം കാണിച്ചതിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ആ റിസൾട്ടിൽ അവൻ കാണിച്ച റിസൾട്ട് ഫേക്കാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്താ പറഞ്ഞേ, സമൂഹത്തിന് ഇതേപോലെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള സാധനങ്ങൾ അത് അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അവരത് ഹയർ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്, അവർ ഡെഫിനറ്റ്ലി കേസായിട്ട് പോകും. ഞാൻ ഈ വ്യക്തി ആകെ ഒരു കോളേ വിളിച്ചു. ആ കോളിൽ തന്നെ അയാളെല്ലാം പറഞ്ഞു. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ്, നീ വീഡിയോ ഇട്ട അന്ന് തന്നെ ആ ലാബുകാർക്ക് ഇത് സംഗതി മനസ്സിലായിട്ടുണ്ട്. അവരെ ലാബിൽ നിന്ന് പോയ റിസൾട്ട് ഫേക്ക് ചെയ്തിട്ടാണ് നീ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഈവൻ നിൻ്റെ അന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലടക്കം ആ ലാബിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നീ ആ കമൻറ്റ് തൂക്കി. കൂടുതൽ ഡീറ്റെയിൽസുകളിലേക്ക് ഞാൻ വേണമെങ്കിൽ പോവാം, പക്ഷേ ഷമീറിൻ്റെ വേർഷൻ എന്താ ഇതിൽ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, PDF ഫയലിൽ ഡെഫിനറ്റ്ലി എന്തില്ല, വാട്ടർമാർക്ക് ഇല്ല. വാട്ടർമാർക്ക് ഇല്ലാത്തൊരു PDF ഫയലാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. വാട്ടർമാർക്ക് ഉള്ള ഒരു ഫയൽ, ഒരു റിപ്പോർട്ട്, എനിക്ക് വേറൊരു റിപ്പോർട്ട് ഇവിടെ എടുത്ത് വെച്ച് നമുക്ക് വേറെ ആളെ റിപ്പോർട്ട് എടുത്ത് വെച്ച് കാണിക്കാൻ പറ്റില്ല. ഇവൻ ഈ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ വെച്ച് കാണിച്ചുകൊണ്ടാണ് ആ സാധനം എടുത്ത് നമ്മൾ കാണിക്കുന്നത്. ഈ സംഗതി റിപ്പോർട്ടിൽ വാട്ടർമാർക്ക്, അത് ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞ സാധനം തിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ലാബിൽ നിന്ന് കിട്ടിയ സാധനം ഹാർഡ് കോപ്പി, ഇവൻ ഇത് ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ ഇത് പെന്ന് മറ്റേ മാർക്കർ വെച്ചിട്ട് മായ്ച്ചിട്ട് അതിൻ്റെ മുകളിൽ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവായിട്ടൊന്നും എഴുതി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയ സാധനം എന്താ, PDF ഡൗൺലോഡ് ചെയ്തിട്ട് വാട്ടർമാർക്ക് ഇല്ലാത്ത PDF എഡിറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ആക്കാം. അത് കോപ്പി ആയിട്ട് കയ്യിലും വെക്കാം. ഒരു ഹാർഡ് കോപ്പി അവിടെ നിന്ന് കിട്ടിയത് നാട്ടുകാരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് കോപ്പി ഇതാ ഞാനൊരു കോപ്പി എടുത്ത്, ഈ കോപ്പി വന്നത് PDF എന്നാ, അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. ഹാർഡ് കോപ്പി പുറത്ത് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണിക്കി. മനസ്സിലായില്ല? അത് കാണിക്കണേ. അതിൽ ഞാൻ ഈ പറഞ്ഞ സാധനത്തിൻ്റെ റിസൾട്ട് ഈ കാണിക്കണം. മനസ്സിലായില്ലേ? ടെട്രാ ഹൈഡ്രോ കനാബിനോൾ, അതിൻ്റെ റിസൾട്ട് ഈ കാണിക്കണം. ഓക്കെ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് മകൻ കാണിച്ചേ പറ്റൂ. ഞാൻ BMW വാങ്ങുന്നതോ ഞാൻ ബെൻസ് വാങ്ങുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ. സംഗതി രക്ഷപ്പെടാനാണെങ്കിലോ തുപ്പിനെ വെല്ലുവിളിക്കാനാണെങ്കിലോ ഫോർ വാട്ട് എവർ റീസൺ ഇതുപോലെ വന്നിരുന്ന് ടെസ്റ്റ് നടത്തി അതിലെ റിസൾട്ട് ഇതുപോലെ ആളുകൾക്ക് എഡിറ്റ് ചെയ്ത് ഫേക്കായി ഇത് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷമീറെ, ദാറ്റ് ഈസ് അൺആക്സെപ്റ്റബിൾ. പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഷമീറിൻ്റെ കയ്യിലാണ്. ഷമീർ ഇതിന് കൃത്യമായൊരു മറുപടി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഈ ലാബ് റിസൾട്ടിൻ്റെ ഒരു പിന്നാമ്പുറം ഇവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷമീർ. ഓക്കെ, ഈ പിന്നാമ്പുറം കാണിച്ച സമയത്ത് ഇതിനകത്ത് റിസൾട്ട് നെഗറ്റീവ്, ബയോളജിക്കൽ റെഫറൻസ് ഇൻ്റർവെൽ ഈസ് നെഗറ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് എൻ്റെ സംശയം ഇവർ 1-2 ആൾക്കാരാണല്ലോ ചെന്നേ. ആ ചെന്നതിൽ ആരുടെയെങ്കിലും ഒക്കെ അടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് നെഗറ്റീവ് എന്ന് എഴുതി വെച്ചതാണോ എന്നുള്ളതിന് ഞാൻ സംശയിക്കുന്നു. ഇതിൻ്റെ ബാക്ക് പേജ്, ഫ്രണ്ട് പേജ് എഗെയിൻ ഞാൻ പറയുന്നു, ടെട്രാ ഹൈഡ്രോ കനോബിനോൾസ്. ഓക്കെ,
കാനാബിനോൾസ് എന്ന് പറഞ്ഞ സാധനം, THC, ഈ സാധനം ഇത് നീ മകനെ ഒന്ന് ഹാർഡ് കോപ്പിയിൽ എന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തന്നാൽ നന്നായിരിക്കും. ഓക്കെ, ഹാർഡ് കോപ്പി, ഷമീർ എന്ന് എഴുതിയ ഹാർഡ് കോപ്പിക്കകത്ത് വാട്ടർമാർക്കുള്ള ഈ പെർട്ടിക്കുലർ ലാബിൽ ആ നിനക്ക് കവറിലിട്ട് തന്ന ആ ഹാർഡ് കോപ്പിക്കകത്ത് നിൻ്റെ റിസൾട്ട്സ് എന്താണെന്നുള്ളത് നീ ഒന്ന് കാണിച്ചു. അത് നീ നിൻ്റെ ഷമീർ എന്നുള്ള പേര് കാണിക്കണം, എല്ലാം കാണിക്കണം. ഒന്നിങ്ങനെ പൊത്തി വെച്ചും മാന്തി വെച്ചും കാണിക്കരുത്. കാരണം നാളെ നീ ഈ ഹാർഡ് കോപ്പി തുറന്ന് നിൻ്റെ ഒപ്പം വന്ന് ഏതെങ്കിലും ഒരുത്തൻ്റെ ഇത് പൊത്തി വെച്ച് കാണിച്ചാലും നമ്മൾ കൊടുക്കും. അതല്ല, ഫുൾ സാധനം കാണിക്കണം. ഒളിവിലല്ലേ, പ്രശ്നമൊന്നുമില്ല. കണ്ണൂർ ലാബാന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഒളിവിലുള്ളവൻ കണ്ണൂർ വന്ന് പോയി എന്നുണ്ടിരുന്നോട്ടെ. കാണിക്കാൻ പറ്റിയാൽ ഷമീർ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം, ഷമീറിനോട് ഇനിയും കുറച്ച് ചോദ്യങ്ങളായിട്ട് വരാം.